അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ഇസ്ലാമിക് സ്പീച്ചിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ദുഃഖകരമായ രണ്ട് സംഭവങ്ങളുണ്ടായിരുന്നു. ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന്, ഉഹദ് യുദ്ധത്തിൽ തൻ്റെ പിതൃ സഹോദരൻ ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായ സംഭവം പ്രവാചകനെ വല്ലാതെ വേദനിപ്പിച്ചു. രണ്ടാമത്തെ സംഭവം തായിഫിലേക്ക് പോയതാണ്. തായിഫിലേക്ക് പോകാനുള്ള കാരണം, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ചെയ്യുന്ന സമയത്ത് ഒരുപാട് മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിക്കേണ്ടി വന്നു. മർദ്ദനങ്ങൾ സഹിക്കാതെ വന്നപ്പോൾ ആദ്യമായിട്ട് പ്രവാചകൻ്റെ അനുയായികൾ ഹിജറ പോയത് ഹബിസീനിയയിലേക്കാണ്, എത്യോപ്യ. ഇവിടെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കുറച്ച് പേര് അങ്ങോട്ട് പോയി. അത് 15 പേരുണ്ടായിരുന്നു. അവിടെ ഒരു 3 മാസം താമസിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു. ഇവിടെയാണെങ്കിൽ രൂക്ഷമായ പീഡനങ്ങളും മർദ്ദനങ്ങളും ബഹിഷ്കരണങ്ങളൊക്കെയാണ്. നബിയെയും സഹാബത്തിനെയും ബഹിഷ്കരിച്ചു. അതുപോലെ തന്നെ പീഡിപ്പിച്ചു. അവർ മക്കയിലുള്ള ഷുഐബ് അബൂ താലിബ് എന്ന് പറയുന്ന ഒരു മലഞ്ചെരിയിൽ പോയി 3 വർഷം അവിടെ ജീവിച്ചു. ഭക്ഷണമില്ല, വസ്ത്രമില്ല, പാർപ്പിടമില്ല. മക്കയിലേക്ക് വന്നാൽ മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികളായ ഖുറൈശികളുടെയും മറ്റു കുഫാരിങ്ങളെയും മർദ്ദനം പുഴനും. അപ്പോൾ ഒരു ഉപരോധം നടത്തി. 3 കൊല്ലം അവിടെ ഉപരോധം സഹനം ചെയ്ത് ജീവിച്ചു. ആ സമയത്ത് വീണ്ടും അബ്സിയിലേക്ക് കുറച്ച് പേർ പലായനം പോയി. അതിൽ 83 പുരുഷന്മാരും 18 സ്ത്രീകളും 101 ആൾ രണ്ടാം തവണയായിട്ട് അബ്സീനയിലേക്ക് വീണ്ടും പലായനം ചെയ്തു. അപ്പോൾ ആദ്യത്തെ യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാതെ അബ്സിയിലേക്ക് തന്നെ 1ഉം 2ഉം. ഈ കഴിഞ്ഞതിന് പോയ ശേഷം അവർ ഷുഐബ് അബൂ താലിബിൻ്റെ താഴ്വരയിൽ പട്ടിണി കിടന്ന് ജീവിക്കുകയാണ്. ഈ സമയത്താണ് ഖദീജ ബീവിയുടെ വഫാത്തുണ്ടായത്. ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്നു എന്ന് പറയാം. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പ. അബൂ താലിബിൻ്റെയും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടായിരുന്നു. ഈ 2 വ്യക്തികളും ഒരു മാസത്തിനുള്ളിൽ വിട പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ ദുഃഖിച്ചു വേദനിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, ഈ വർഷം എൻ്റെ ആമുൽ ഉസ്നാണ്, ദുഃഖവർഷമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കുവാൻ ആരുമില്ല. അപ്പോഴാണ് ത്വായിഫുകാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു കുടുംബമാണ്, ഉമ്മാൻ്റെ മാതാവിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്, അമ്മാവന്മാരൊക്കെ ആയിട്ട് വരും. തായിഫിൽ ചെന്ന ഒരു സഹായം അഭ്യർത്ഥിച്ചാൽ അവർ എന്നെ സ്വീകരിക്കും, എനിക്ക് വീട്ടിൽ സൗകര്യങ്ങൾ ചെയ്യുമെന്ന് വിചാരിച്ച് തൻ്റെ അടിമ അല്ലെങ്കിൽ വളർത്തുപുത്രൻ സെയ്ദ് ബിൻ ഹാരിസിനെയും കൂട്ടി കിലോമീറ്ററുകൾ നടന്ന് തായിഫിൽ ചെന്നു. അവിടെ റബി എന്ന് പറയുന്ന ഒരാൾക്ക് 3 മക്കൾ. അവരാണ് അവിടുത്തെ അഷ്റഫീങ്ങൾ, ഖുറൈശികൾ എന്ന് വെച്ചാൽ പർമാണിമാർ, ആ നാട്ടിലേക്ക് വേണ്ടപ്പെട്ടവർ. അവർ ചെറിയൊരു ബന്ധവുമുണ്ട്. ആ ബന്ധം കണക്കിലെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ സമീപിച്ചു. ഒന്നാമത്തെ ആളെ പേര് അബ്ദുൻ യാലിയിൽ, രണ്ടാമത്തെ ആൾ മസ്ഊദ്, പിന്നെ ഹബീബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെല്ലാം പ്രതീക്ഷയോടെയാണ് ചെന്നത്. ഞാനിങ്ങനെ ഏകദൈവ സിദ്ധാന്തവുമായി അള്ളാഹു തആല നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് മക്കയിലേക്ക്. മക്കയിൽ എനിക്ക് സഹായിക്കാൻ ഇപ്പോൾ ആരുമില്ല. മർദ്ദനങ്ങളും പീഡനവും സഹിക്കാൻ വയ്യ. അതുകൊണ്ട് എന്നെ സഹായിച്ചിരുന്ന അബൂ താലിബും വീട്ടിൽ കയറി ചെന്നാൽ എല്ലാ നിലക്കുന്ന സഹായം എൻ്റെ ഭാര്യ ഖദീജയും എന്നിൽ നിന്ന് വിട പറഞ്ഞു. ഇപ്പോൾ എനിക്ക് ആരും സഹായിക്കാനില്ല. അതുകൊണ്ട് ഈ പ്രസ്തുത റിസാലത്ത്, ഈ ദൗത്യം നിർവഹിക്കുന്ന കാര്യത്തിൽ താങ്കളുടെ ഭാഗത്തുനിന്ന് എനിക്ക് സഹായം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ എന്നെ സഹായിക്കണം. ഞാനിവിടെ വന്ന് സഹായം തേടിയത് മക്കക്കാരോട് നിങ്ങൾ അറിയിക്കാനും പാടില്ല. ഇതെല്ലാം അവതരിപ്പിച്ചപ്പോൾ ആ 3 പേരും പ്രവാചകനെ എതിർത്തു.
പീഡിപ്പിച്ചു, മർദ്ദിച്ചു, ആട്ടി ഓടിച്ചു തായിഫിൽ നിന്ന്. ഇത് പറഞ്ഞുകൊണ്ടാണ് നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സഹായവും ഉണ്ടാവില്ല. വേഗം ജീവൻ വേണമെങ്കിൽ ഈ നാട്ടിൽ നിന്ന് വേഗം പൊയ്ക്കോന്നാണ്. അങ്ങനെ പ്രവാചകനെയും സെയ്ദ് ഇബ്നു ഹാരിസിനെയും ആട്ടി ഓടിച്ചു. ആ പ്രവാചകൻ്റെ പിന്നാലെ കുറേ ബുദ്ധിശൂന്യന്മാരും പിള്ളേരെയും തെരുവ് പിള്ളേരും എന്നൊക്കെ പറയാം, അവർ അച്ചടക്കമൊന്നുമില്ലാത്ത കുറേ ആൾക്കാർ പിന്നാലെ വിട്ട് നബിനെ പരിഹസിച്ചു, ആർത്ത് വിളിച്ചു, കൂക്കി, കല്ലെടുത്തെറിഞ്ഞു. കാലിൽ നിന്ന് രക്തം പൊട്ടി, ചോര പൊടിഞ്ഞു. രക്തമൊലിച്ച കാലും വേദനിക്കുന്ന മനസ്സും ശരീരവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സെയ്ദ് ഇബ്നു ഹാരിസും തായിഫിൽ നിന്ന് മന്ദം നടന്നു വന്നു. അതിൻ്റെ കുറേ ഇങ്ങോട്ട് പോന്നപ്പോൾ ഒരു മരത്തിൻ്റെ തണലിരുന്ന് വിശ്രമിക്കുകയാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, വേദനിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെ നോക്കുമ്പോൾ രണ്ട് വ്യക്തികൾ അങ്ങകലെയുണ്ട്. അതാരാണ്? സൂക്ഷിച്ചു നോക്കുമ്പോൾ ഉത്തുബത്തും ഷൈബത്തുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. മക്കയിലുള്ള എൻ്റെ കഠിനമായ ശത്രുക്കളാണല്ലോ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇപ്പോഴും എനിക്ക് രക്ഷയില്ല. ഞാൻ വന്ന് അകപ്പെട്ടിരിക്കുന്നത് ഈ ശത്രുക്കളുടെ മുമ്പിലാണല്ലോ എന്ന് വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ഇന്നി അസ്കു ഇലൈക ലഅഫ ഖുവത്തി. അള്ളാഹുവേ, എൻ്റെ ശക്തി ഇല്ലായ്മ, എൻ്റെ കഴിവില്ലായ്മയെക്കുറിച്ച് ഞാൻ നിന്നോട് ആവലാതിപ്പെടുന്നു. ഹവാനി അലന്നാസ്, ജനങ്ങൾക്കിടയിലുള്ള എൻ്റെ ദുർബലത, ഒരു കഴിവുമില്ല എനിക്ക്, ഒരു ശക്തിയുമില്ല, ഒരു കുവ്വത്തും ഒന്നുമില്ല. അതുകൊണ്ട് ഞാനിതാ റഹ്മാനുർ റഹീമായ തമ്പുരാനെ നിന്നോട് ഞാൻ ആവലാതിപ്പെടുന്നു. അതുകൊണ്ട് റബ്ബി അന്ത റബ്ബിൽ മുസ്തളൈഫീന, ആക്രമിക്കപ്പെടുന്നവരുടെ രക്ഷിതാവിനിയാണല്ലോ. ഞാൻ ബലഹീനനാണ്, ശക്തിയില്ലാത്തവനാണ്, തായിഫുകാരിൽ നിന്ന് മർദ്ദനമേറ്റ് വാങ്ങിയവനാണ്. എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അതിൽ വലിയതായ എൻ്റെ ശത്രുക്കളാണ്. അതുകൊണ്ട് എന്നെ നീ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുണ്ടായി, ഇത്തക്ക് ദൈവത്തിൽ മദ്ലൂം, ആക്രമിക്കപ്പെടുന്നവൻ്റെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കണം. വലൈസ ബൈനഹ ബൈനല്ലാഹിൽ ഹിജാബ്, അള്ളാഹുവിൻ്റെയും ആക്രമിക്കപ്പെട്ടവരുടെ ഇടയിൽ മറയില്ല, സ്പോട്ടിൽ ഉത്തരം നൽകുന്ന അർത്ഥം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു. അന്ത റബ്ബി ഇലാ മൻ യക്ലുനി, അള്ളാഹുവേ, എനിക്ക് നീയല്ലാതെ ആരാളുള്ളത്? നീ എന്നെ ആരിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഞാൻ എല്ലാം നിൻ്റെ മേൽ ഭാരമേൽപ്പിച്ചിരിക്കുന്നു. നിന്നോട് പ്രാർത്ഥിക്കുന്നു, നിന്നോട് സഹായം തേടുന്നു. ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തന്നെ. ഇല്ലം വെക്കുന്നു ഒളബലയ്യ, ഇനി നിൻ്റെ കോപം എൻ്റെ മേലില്ലെങ്കിൽ ഫലാവുപ്പാൽ എനിക്കൊരു പേടിയില്ല, നീ എന്നെ സഹായിക്കുന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, ഞാൻ വളരെ പ്രതിസന്ധിയിലാണ്, അതുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്തുണ്ടായി? ആ സമയത്ത് കഠിന ശത്രുക്കളെന്ന് പറഞ്ഞിരുന്ന ഉതുബത്തും ഷൈബത്തും ഇവരെന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞു. അവരുടെ തോട്ടത്തിൽ ധാരാളം മുന്തിരിങ്ങ ഉണ്ട്, പാകമായ മുന്തിരിങ്ങ. അതിന് കുറച്ച് മുന്തിരിങ്ങ അറുത്തിട്ട് അവരുടെ മനസ്സിൽ അല്ലാഹു തആല ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദയ തോന്നിക്കൊടുത്തു. മക്കയിൽ അവർ കാണിച്ചിരുന്ന ആ പരുഷമായ സ്വഭാവമാണെങ്കിൽ പ്രവാചകൻ എവിടെയും നിലനിൽപ്പില്ല. തായിഫുകാരുടെ മർദ്ദനം കേട്ടു, കാലിൽ നിന്ന് രക്തം ഒലിച്ചുകൊണ്ടായിരിക്കുന്നു, മുറിവായിരിക്കുന്നു. ആ സമയത്ത് ഇവർക്കും ഉപദ്രവിക്കുമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രാർത്ഥന കേട്ടപ്പോൾ അല്ലാഹു തആല സ്വീകരിച്ചു. ഇവരുടെ മനസ്സിന് ദയ തോന്നി. എന്നിട്ട് അവർ കുറച്ച് മുന്തിരിങ്ങ പറിച്ചിട്ട് അവരുടെ വേലക്കാരൻ, അവരെ ഹാദിമിൻ്റെ അടുത്ത് കൊടുത്തു. ആ നിൽക്കുന്ന ആൾക്ക് കൊണ്ടേ കൊടുക്കാമെന്ന് പറഞ്ഞു. അതും ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കാരണമായി. ആ ചെറുപ്പക്കാരൻ, ആ യുവാവ്, ആ മുന്തിനെ കൊലയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് കൊടുത്തപ്പോൾ സന്തോഷത്തിൽ വാങ്ങി. നബിക്ക് ആദ്യം ഒരു ആശങ്കയൊക്കെ ഉണ്ടായി, ഇല്ല അവർ കൊടുത്തയച്ചല്ലേ നബി. അത് തിന്നുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി. അത് വലിയതായൊരു വിപ്ലവത്തിന് കാരണമായി, ഒരു ആദർശ വിപ്ലവത്തിന് ആ ബിസ്മി ചെല്ലൽ കാരണമായി. എന്ത് തുടങ്ങുമ്പോഴും നമ്മൾ ബിസ്മി കൊണ്ട് തുടങ്ങണം കേട്ടോ. മഹാന അലി റളിയല്ലാഹു പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിന് 40 ഒട്ടകങ്ങൾ ചുമക്കുന്നത്ര ഭാരത്തിൽ ഉള്ള വ്യാഖ്യാനം ഞാൻ എഴുതുന്നു പറഞ്ഞതാണ് മഹാന അലി റളിയല്ലാഹു. അത്രയും അർത്ഥം സമ്പുഷ്ടമായ ഒരു പദമാണ് ബിസ്മില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നംലിൽ ബിസ്മിയുണ്ട്. അതല്ലാതെ മറ്റുള്ള അധ്യായങ്ങളിലൊക്കെ 113 അധ്യായങ്ങളിലും ബിസ്മിയുണ്ട്. തൗബയിൽ ബിസ്മില്ല. 114 അധ്യായത്തിൽ 113 അധ്യായത്തിനും ബിസ്മിയുണ്ട്. ഒരധ്യായത്തിൽ നംലിൽ 2 ബിസ്മിയും ഉണ്ട്. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ബിൽക്കിസ് രാജ്ഞിക്ക് കത്തെഴുതുമ്പോൾ വൈന്നഹു മിൻ സുലൈമാന ബിസ്മില്ലാഹിർ റഹ്മാൻ എന്നാണ് ആ കത്തിൻ്റെ തുടക്കം. അതും തന്നെ ഒരു ആശയ വിപ്ലവത്തിന്, ആദർശ വിപ്ലവത്തിന് കാരണമാകുകയുണ്ടായി. അപ്പോൾ എന്ത് കാര്യങ്ങളും നമ്മൾ തുടങ്ങുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങണം. അങ്ങനെ ഈ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയിട്ട് ഈ മുന്തിരിങ്ങ അങ്ങനെ തിന്നുകയാണ്. ഇത് കണ്ടപ്പോൾ തനിക്ക് മുന്തിരിങ്ങക്കൊല കൊണ്ടുവന്ന് കൊടുത്ത ചെറുപ്പക്കാരൻ ചോദിച്ചു, ഈ നാട്ടുകാർ ഇങ്ങനെ ചെല്ലാറില്ലല്ലോ, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? ഇവിടുത്തെ ആരും ഇങ്ങനെ ചെല്ലാറില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, താങ്കൾ എവിടുത്തുകാരനാണ്? താങ്കളുടെ പേരെന്താണ്? എൻ്റെ പേര് അദാസ് എന്ന് പറയും, ഞാൻ നീനാവായിക്കാരനാണ്, ഞാൻ ക്രൈസ്തവനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നീനാവായി യൂനുസ് ബിൻ മത്തായി, പ്രവാചകൻ യൂനുസ് നബിയുടെ നാട്ടുകാരനാണ് താങ്കളില്ലേ? അതെ. നിങ്ങൾക്കെങ്ങനെ യൂനുസ് നബിനെ അറിയാം? അത് പറഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ പേര് പറഞ്ഞു കൊടുത്തു. കുട്ടി പേര് പറഞ്ഞു, സ്ഥലം പറഞ്ഞു, ഇവൻ നസ്രാണിയാണെന്നും ഒക്കെ പറഞ്ഞു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയോട് വിവരം ചോദിച്ചപ്പോൾ അജാസുകാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ യൂനുസ് നബിനെ നിങ്ങൾ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ ഖുർആനിലുള്ള യൂനുസ് നബിയെ സംബന്ധിച്ച് ഉള്ള ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. അങ്ങനെ ക്രൈസ്തവനായ അദാസ് എന്ന് പറയുന്ന ആ കുട്ടി അവിടെ വെച്ച് മുസ്ലിമായി ഇസ്ലാം മതം സ്വീകരിച്ചു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ഉടനെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വരുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു നബിനോട്, നബിയെ, ഞാൻ താങ്കൾക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വന്നതാണ്. എന്തിനാ വന്നതാണോ? നിങ്ങളെ ആ തായിഫുകാരെ അങ്ങനെ വേദനിപ്പിച്ചില്ല. ഇനി അവരെ എന്താണോ നിങ്ങൾ പറയുന്നത് അത് ചെയ്യാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അവരെങ്ങനെ നശിപ്പിക്കണം അതാണ് ലക്ഷ്യം. ഇന്നല്ലാഹ അമറനി അൻ അതീക ഫീ കൗമിക ലമ്മാസനവുമായക്ക. നിങ്ങളെ എത്ര കണ്ട് അവർ ഉപദ്രവിച്ചു. അപ്പോൾ ആ ജനങ്ങളെ ഏത് നിലക്കാണ് നശിപ്പിക്കേണ്ടത്? ആ മലകൾ രണ്ടെടുത്ത് പുഴക്കി അവരെ മേലിടണോ? ആ ഗ്രാമം നശിപ്പിക്കണോ? ജബല് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കും എൻ്റെ കൂടെയുണ്ട്. ഏത് നിലക്കാണ് നശിപ്പിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിൻ്റെ ആ ഉറവ് കാണിച്ചത്. പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുമ്മ ഇദ്നി കൗമി, അവൻ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടാൽ അവർക്ക് നീ ഹിദായത്ത് നൽകണേ. അവരൊരിക്കലും ഫൈന്നഹും ലാ യഅലമൂൻ, അവരെ ഒരിക്കലും നശിപ്പിക്കരുതേ, അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. അല്ലാഹുമ്മ ഗ്ഫിർ കൗമി ഫൈന്നഹും ലാ യഅലമൂൻ, അള്ളാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണേ, അവരറിവില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. അവരെന്നെ അങ്ങനെ ചെയ്താലും അവരെ മക്കളെ കുട്ടികൾ സന്താന പരമ്പരയിൽപ്പെട്ടവർ ഒരു പക്ഷേ നിൻ്റെ തൗഹീദ് അവർ വിശ്വസിക്കാം, അതുകൊണ്ട് അവർ നശിപ്പിക്കണ്ട എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് പറഞ്ഞു, സദ്ദഖമൻ ഹമ്മാക റഊഫ് റഹീം. നബിയെ, താങ്കൾക്കൊരു പേരുണ്ട്, റഊഫ് കൃപ ചെയ്യുന്നവൻ, റഹീം കരുണ ചെയ്യുന്നവൻ. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് കാരുണ്യവാനായിട്ടല്ലാതെ നബിയെ നിങ്ങൾ നിയോഗിച്ചിട്ടില്ല. അപ്പോൾ ആ കരുണയുടെ നിറകുടമായ പ്രവാചകൻ റഊഫ് കൃപ ചെയ്യുന്നവൻ അന്ന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു നാമകരണം ചെയ്തിട്ടുണ്ട്. ആ അർത്ഥം നിങ്ങൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു, അന്യർത്ഥമാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് റഊഫ് റഹീം എന്ന് പേര് നൽകിയവൻ എത്ര പരിശുദ്ധനെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് മലക്ക് പറയുന്നുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച രണ്ടാമത്തെ സംഭവമാണ് ത്വായിഫ് യാത്ര. അവിടുന്ന് തിരിച്ചു പോലുമുണ്ടായ സംഭവമാണിത്. അദാസിൻ്റെ ഇസ്ലാമിക ശ്രേഷ്ഠവുമെല്ലാം തന്നെ ഈ യാത്രയുടെ ഫലമായിട്ടുണ്ടായത്. ഇതുകൊണ്ടും തീർന്നില്ല. ഇങ്ങനെ കഴിഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ ഈ ഖുർആനൊക്കെ ഓതി കേൾപ്പിച്ചത്. ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് വഴി സർറഫിനായിലേക്ക് നഫറുൽ ജിന്നി, ഇതും കൂടി തായിഫ് യാത്രയുടെ ഫലമായിട്ടുണ്ടായ സംഭവമാണ്. ഒരു വിഭാഗം മലക്കുകളെ അല്ലാഹു തആല അങ്ങോട്ട് വിട്ടു. അവർ ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി കേൾക്കട്ടെ. ആ കേട്ട സംഭവം ആയത്തായിട്ട് ഖുർആനിൽ ഇറങ്ങിയതാണ്. എന്താ പറഞ്ഞത്? വഴി സർറഫിനായിലേക്ക് നഫറുൽ ജിന്നി, അവർ വന്നു, ഒരു കൂട്ടം ആൾക്കാർ വന്നു, ജിന്നുകൾ വന്നു. മൂസാ നബിയുടെ കൊണ്ട് വിശ്വസിച്ച മൂസാ നബിയുടെ കാലത്തുള്ളവരാണ് ഈ ജിന്നുകൾ. അത് ചരിത്രത്തിൽ പറയുന്നു. നബിയുടെ ജിന്നി യസ്തമിനൽ ഖുർആൻ കേട്ടു. എന്നിട്ട് ഫലമ്മ ഹലറൂഹു, അവരെ ജനതയിലേക്ക് പോയി. എന്നിട്ട് കാലു, അവരോട് പറഞ്ഞു, അൻസിത്തു, മിണ്ടാതിരിക്കുക, സൈലൻസ്, ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തരാം. ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണ്ടെന്ന് പറഞ്ഞത് ഓതി കേൾപ്പിച്ചു. ഫലമാ കുലിയ, അങ്ങനെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലവില കൗമിഹി മുന്തിരി, അവരവരുടെ മുന്നറിയിപ്പുകാരൻ അവരുടെ ജനതയിലേക്ക് അവർ ചെല്ലുകയും ചെയ്തു. ഇത് കേട്ടതിന് ശേഷം അങ്ങോട്ട് അവർ പോയി. ഇയാളുടെ
സ്വലാത്തൽമാ തങ്ങൾ പാരായണം ചെയ്ത ഖുർആൻ കേട്ടിട്ട് അവർ പോയി. ഖാലു ഖൗമന യാ ഖൗമന, സമൂഹമേ, എന്താണ്? ഇന്നാ സമീന കിതാബ്, ഞങ്ങളൊരു ഗ്രന്ഥം കേട്ടു, ഒരു കുറച്ച് ആയത്തുകൾ കേട്ടു. ഉൻസില മിനൽ ബഅദി മൂസാ നബിക്ക് ശേഷം, തൗറാത്തിന് ശേഷം അവതരിക്കപ്പെട്ട ആ ഖുർആൻ വചനങ്ങൾ കേട്ടു. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, ഇപ്പോൾ ഉള്ള ഇഞ്ചീലിനെ സത്യമാക്കിക്കൊണ്ടും ഹിദായത്തിലേക്കും സന്മാർഗത്തിലേക്കും നേരായ വഴിയിലേക്കും മനുഷ്യരെ നയിക്കുന്നതുമായ ആ ഖുർആൻ വചനങ്ങൾ ഞങ്ങൾ കേട്ടു. അതുകൊണ്ട് യാ കൗമുന, ജനങ്ങളെ, അജീബു അന്താകിയത, അള്ളാഹുവിൻ്റെ ഈ പ്രബോധനത്തിലേക്ക് നിങ്ങൾ ഉത്തരം നൽകുക. വ ആമിനു ബിഹി, അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്താൽ യഅ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, നിങ്ങൾ ഇതുവരെ ചെയ്തു പോയ എല്ലാ പാവങ്ങളൊക്കെ പുറത്തു തരും. വ യുജ്സിക്കും മിൻ അദാബിൻ അലീം, നിങ്ങളെ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് അള്ളാഹു തആല നിങ്ങളെ കാക്കുകയും ചെയ്യും. വ യുജ്രിക്കും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നിങ്ങളെ കാക്കുകയും ചെയ്യും. അങ്ങനെ ലാ യുജീബു ദായി അല്ലാ, അള്ളാഹുവിൻ്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകുന്നില്ലെങ്കിൽ ഫലൈസ ബി മുഅ്ജിസിൻ ഫിൽ അർളി, നിങ്ങൾക്കൊന്നും തന്നെ ഭൂമിയിൽ ചെയ്യാൻ കഴിയുകയില്ല, ആരെയും തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. വലൈസലു മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹു അല്ലാതെ യാതൊരു രക്ഷകനുമില്ല. ഉലായിക ഫീ ദലാലി മുബീൻ, ഇത് ഉൾക്കൊള്ളാത്ത ആൾക്കാർ വ്യക്തമായ വഴികളിലായിരിക്കുമെന്നുള്ള ആയത്ത് ഇറങ്ങി അവരുടെ സംഭവം പറയുകയാണ്. ഇനി അവിടെ വെച്ച് തന്നെ കുൽ ഊഹിയയിലേയ, അള്ളാഹു തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി നൽകപ്പെട്ടു. അന്നൗസ്തമഅ നഫറുമിനൽ ജിന്നി, നിങ്ങളെ ഖുർആൻ പാരായണം ഒരു വിഭാഗം ജിന്നുകൾ കേട്ടു. ഫഖാലു, അവർ പറഞ്ഞു, ഇന്നാ സമീന ഖുർആനം മജബ, അത്ഭുതകരമായ ഖുർആൻ തന്നെ ഞങ്ങൾ കേട്ടതെന്നവർ പറയുകയും യഹീദില റുഷ്ദി, ഞങ്ങൾക്ക് നേർവഴി ലഭിക്കുകയും ചെയ്തു. ഫാമന്ന ബിഹി, ഞങ്ങൾ അതേ കൊണ്ട് വിശ്വസിക്കുന്നു. വലൻ നുശ്രിക്കു റബ്ബിന അഹദ, ഒരിക്കലും അള്ളാഹുവിൽ ഞങ്ങൾ ശിർക്ക് ചെയ്യുകയോ പങ്ക് ആരോപിക്കുകയോ ചെയ്യുകയില്ല എന്ന് അതും ആ ഒരു കൂട്ടം മലക്കുകൾ പറഞ്ഞതായിട്ട് സൂറത്ത് ജിന്നിൽ അള്ളാഹു തആല പറയുന്നുണ്ട്. അപ്പോൾ ഒരു വിഭാഗം ജിന്നുകൾക്ക് ഹിദായത്ത് ലഭിക്കാനും ഈ കാരണമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദാസിന് ഓതിക്കൊടുത്ത ഖുർആൻ അവർ കേട്ടു. അപ്പോൾ അവർ വന്നിട്ടുണ്ടായ സംഭവങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേദനാജനകമായ സംഭവം രണ്ടാമത്തത് തായിഫ് യാത്രയാണ്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പാടുകളും വേദനകളും സഹിച്ചതാണ്. കാരുണ്യത്തിൻ്റെ കേദാരമായ പ്രവാചകൻ, ഒന്നും ചെയ്യരുതേ, അവർ നശിപ്പിക്കരുതേ, അവർ വിശ്വസിച്ചുള്ളില്ലെങ്കിൽ അവരുടെ മക്കളെങ്കിലും വിശ്വസിക്കുമെന്ന് പറഞ്ഞു. അല്ലാഹു തആല ആ പ്രവാചകൻ്റെ കൂടെ സ്വർഗത്തിൽ പോകുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞത് കേട്ട് നിങ്ങൾ അല്ലാഹുവെ, ഞങ്ങൾ സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, ഞങ്ങളെ പാവങ്ങൾ പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങളെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ആയുസ്സും നൽകണേ. മരിച്ചുപോയവർക്ക് ആഫിയത്തും റഹ്മത്തും നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ. മാരക രോഗങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കണേ റബ്ബേ. അവസാന ആക്കിയപത്ത് നന്നായി ഈമാൻ കിട്ടി മരിക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇങ്ങനത്തെ എൻ്റെ ജുമാ കുത്തുബകളും ഇസ്ലാമിക് സ്പീച്ചും ശ്രവിക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.